കൊളംബിയയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിലെ മലനിരകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പിന്റെ തലോടലുള്ള ഒരു കൊച്ചു പട്ടണമാണ് റിയോ നെഗ്രോ. 1949 ഡിസംബർ 1 ആബെൽ ഡി ജീസസ് എസ്കോബാറിന്റെയും ഹെർമിൽഡ ഗാവിരിയയുടെയും 7 മക്കളിൽ മൂന്നാമനായി പാബ്ലോ എമിലിയോ എസ്കോബാർ ഗാവിരിയ എന്ന കുട്ടി ജനിക്കുമ്പോൾ ആ പട്ടണം ശാന്തമായിരുന്നു. അച്ഛൻ ഒരു കർഷകനും അമ്മ ഒരു സ്കൂൾ അധ്യാപികയുമായിരുന്നു. പാബ്ലോയുടെ ജനനശേഷം അധികം വൈകാതെ മെച്ചപ്പെട്ട ജീവിതം തേടി ആ കുടുംബം മെഡേലിൻ നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ എൻവിഗാഡോയിലേക്ക് താമസം മാറി. കൊളംബിയൻ ഉൾനാടുകളിലെ ഗ്രാമീണ ജീവിതത്തിന്റെ പതിഞ്ഞ താളത്തിൽ നിന്ന് മെഡേലിൻ എന്ന വലിയ നഗരത്തിന്റെ വേഗതയിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു കുട്ടിക്കാലമായിരുന്നു പാബ്ലോവിൻ്റേത്. ഈ കഥ കേൾക്കാനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയും ഓഡിയോയും തമ്മിൽ ബന്ധമില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്നും എപ്പോഴാണ് കേൾക്കുന്നതെന്നും കമന്റിലൂടെ അറിയിക്കാമോ? അന്നത്തെ കൊളംബിയ രാഷ്ട്രീയമായ അനിശ്ചിതത്വങ്ങളിലൂടെയും സാമൂഹികമായ സംഘർഷങ്ങളിലൂടെയും കടന്നുപോകുകയായിരുന്നു. ലാ വയലൻസിയ എന്നറിയപ്പെട്ടിരുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങും മുഴങ്ങിക്കേട്ടിരുന്നു. ലിബറൽ, കൺസർവേറ്റീവ് പാർട്ടികൾ തമ്മിലുള്ള ഈ രക്തരൂക്ഷിതമായ പോരാട്ടം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള പലായനങ്ങൾക്ക് ഇത് ആക്കം കൂട്ടി. അത്തരമൊരു സാഹചര്യത്തിലാണ് എസ്കോബാർ കുടുംബവും മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് മെഡെയ്ലിനിലെത്തിയത്. എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും ഒരു മോചനം അവർക്ക് എളുപ്പമായിരുന്നില്ല. 4. പാബ്ലോയുടെ അമ്മ ഹെർമിൽഡ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു സ്ത്രീയായിരുന്നു. മക്കൾ നന്നായി പഠിച്ച് നല്ലൊരു നിലയിലെത്തണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ പാബ്ലോയ്ക്ക് പഠനത്തിൽ അത്രയധികം താൽപ്പര്യമുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സ് എപ്പോഴും തെരുവുകളിലായിരുന്നു. മെഡെയ്ലിനിലെ തെരുവുകൾ അവനൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. അവിടെ നിയമങ്ങൾ പലപ്പോഴും കാട്ടിൽ പറത്തപ്പെട്ടു. അതിജീവനത്തിനായി 6 മല കുറുക്കുവഴികളും തേടി. ഈ തെരുവുകളാണ് പാബ്ലോ എന്ന കുട്ടിയുടെ മനസ്സിൽ കുറ്റകൃത്യത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയത്. അവന്റെ ആദ്യത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ നിസ്സാരമായിരുന്നു. ശവക്കല്ലറകൾ മോഷ്ടിച്ച് അതിലെ പേരുകൾ മായ്ച്ചു കളഞ്ഞ് കള്ളക്കടത്തുകാർക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു അതിലൊന്ന്. എന്നാൽ സഹോദരൻ റോബർട്ടോ എസ്കോബാർ ഇത് നിഷേധിക്കുന്നുണ്ട്. സെമിത്തേരിയുടെ വാടക നൽകാത്തവരുടെ കല്ലറകൾ ഉടമസ്ഥർ തന്നെ നീക്കം ചെയ്യുമ്പോൾ അത് വാങ്ങിയിരുന്ന ഒരു ബന്ധുവിന്റെ ബിസിനസ്സായിരുന്നു അതെന്നാണ് റോബർട്ടോയുടെ വാദം. അതോടൊപ്പം വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുക, പരീക്ഷകളിൽ കോപ്പിയടിക്കാൻ സഹായിച്ചു പണം വാങ്ങുക, വ്യാജ ഡിപ്ലോമകൾ ഉണ്ടാക്കിക്കൊടുക്കുക എന്നിങ്ങനെയുള്ള ചെറിയ തട്ടിപ്പുകളിലും അവനേർപ്പെട്ടു. സ്റ്റീരിയോ ഉപകരണങ്ങൾ പോലുള്ളവ കള്ളക്കടത്തായി കൊണ്ടുവന്ന് വിൽക്കുന്നതിലും അവനൊരു കൈനോക്കി. ഈ ചെറിയ കുറ്റകൃത്യങ്ങൾ അവനെ പണം മാത്രമല്ല നൽകിയത്, അതിലുപരി മെഡെയ്ലിനിലെ അധോലോകവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അവനെ സഹായിച്ചു. അധികം വൈകാതെ തന്നെ അവൻ കാർ മോഷണത്തിലേക്ക് തിരിഞ്ഞു. 20 വയസ്സായപ്പോഴേക്കും മെഡെയ്ലിനിലെ അറിയപ്പെടുന്ന ഒരു കാർ മോഷ്ടാവായി അവൻ മാറിയിരുന്നു. എന്നാൽ ഇത് വെറുമൊരു മോഷണമായിരുന്നില്ല. മോഷ്ടിച്ച കാറുകളുടെ ഉടമകളെ സമീപിച്ച് അവരുടെ കാറുകൾ സംരക്ഷിക്കുന്നതിന് പകരമായി പണം ആവശ്യപ്പെടുന്ന ഒരുതരം പ്രൊട്ടക്ഷൻ റാക്കറ്റും അവൻ നടത്തിയിരുന്നു. അതായത്, പണം നൽകിയാൽ അവരുടെ കാറുകൾ മോഷ്ടിക്കപ്പെടില്ല എന്നൊരുറപ്പ്. ഇത് അവന്റെ കുറ്റകൃത്യങ്ങളുടെ രീതിശാസ്ത്രത്തിലെ ഒരു സുപ്രധാനമായ മാറ്റമായിരുന്നു. ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയും പണം സമ്പാദിക്കുന്നതിന്റെ ആദ്യ പാഠങ്ങൾ അവൻ പഠിക്കുകയായിരുന്നു. 1966-ൽ
തന്റെ 17ാം ജന്മദിനത്തിന് തൊട്ടുമുമ്പ് പാബ്ലോ ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ചു. നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് ഉയരങ്ങളിലെത്താൻ കഴിയില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ 2 വർഷത്തിനു ശേഷം തന്റെ കസിനായ ഗുസ്താവോ ഗാവിരിയയോടൊപ്പം അവൻ വീണ്ടും പഠനം പുനരാരംഭിച്ചു. ഒരു ക്രിമിനൽ അഭിഭാഷകനോ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു നാൾ കൊളംബിയയുടെ പ്രസിഡന്റോ ആകണമെന്ന് അവൻ സ്വപ്നം കണ്ടിരുന്നു. അതിനായി ഒരു വ്യാജ ഹൈസ്കൂൾ ഡിപ്ലോമ സംഘടിപ്പിച്ച് കോളേജിൽ ചേർന്നെങ്കിലും പണമില്ലാത്തതിനാൽ ആ പഠനവും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ അവനെയും ഗുസ്താവോയെയും കൂടുതൽ കഠിനഹൃദയരാക്കി. സ്കൂളിലെ അധ്യാപകർ അവരെ ഭയപ്പാടോടെയാണ് കണ്ടിരുന്നത്. തെരുവുകളിലെ ജീവിതം അവനെ പലതും പഠിപ്പിച്ചു. പണമാണ് യഥാർത്ഥ ശക്തിയെന്നും അത് നേടാൻ ഏതു മാർഗവും സ്വീകരിക്കാമെന്നും അവൻ മനസ്സിലാക്കി. 1970കളുടെ തുടക്കത്തിൽ അവൻ ചെറിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കൂടുതൽ ഗൗരവമേറിയ മേഖലകളിലേക്ക് കടന്നു. അക്കാലത്ത് മെഡെലിനിലെ സമ്പന്നരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് ഒരു പതിവായിരുന്നു. പാബ്ലോയും ഈ രംഗത്തേക്ക് ചുവടുവെച്ചു. 1971 ഡീഗോ എച്ചെവാരിയ എന്ന വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയത് അവന്റെ കുപ്രസിദ്ധി വർദ്ധിപ്പിച്ചു. മോചനദ്രവ്യം ലഭിച്ചിട്ടും എച്ചെവാരിയയെ കൊലപ്പെടുത്തിയത് അവന്റെ ക്രൂരതയുടെയും ദയയില്ലായ്മയുടെയും ആദ്യത്തെ വലിയ ഉദാഹരണമായി മാറി. അക്കാലത്ത് സ്ഥാപിതരായ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയും അവൻ ജോലി ചെയ്തിരുന്നു. ഈ സമയത്താണ് കൊളംബിയൻ മയക്കുമരുന്ന് വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുവരെ മരിജുവാനയായിരുന്നു പ്രധാന ലഹരി വസ്തുവെങ്കിൽ 70കളുടെ മധ്യത്തോടെ കൊക്കൈൻ എന്ന പുതിയൊരു തരംഗം അമേരിക്കൻ വിപണിയെ കീഴടക്കി തുടങ്ങിയിരുന്നു. ഈ സമയത്താണ് കൊളംബിയൻ മയക്കുമരുന്ന് വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുവരെ മരിജുവാനയായിരുന്നു പ്രധാന ലഹരി വസ്തുവെങ്കിൽ 70കളുടെ മധ്യത്തോടെ കൊക്കൈൻ എന്ന പുതിയൊരു തരംഗം അമേരിക്കൻ വിപണിയെ കീഴടക്കി തുടങ്ങിയിരുന്നു. കൊക്കൈൻ നിർമ്മാണത്തിന് ആവശ്യമായ കൊക്കയിലകൾ ധാരാളമായി വളരുന്ന പെറു, ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സാമീപ്യം കൊളംബിയയ്ക്ക് ഒരു വലിയ അവസരം തുറന്നുകൊടുത്തു. ഈ രാജ്യങ്ങളിൽ നിന്ന് കൊക്ക പേസ്റ്റ് വാങ്ങി കൊളംബിയയിലെ രഹസ്യ ലാബുകളിൽ വെച്ച് അതിനെ ശുദ്ധീകരിച്ച് കൊക്കൈനാക്കി മാറ്റിയ ശേഷം അമേരിക്കയിലേക്ക് കടത്തുക എന്നതായിരുന്നു പുതിയ വ്യാപാര രീതി. ഈ രംഗത്തെ അനന്തമായ സാധ്യതകൾ പാബ്ലോ തിരിച്ചറിഞ്ഞു. അതുവരെ ചെയ്തിരുന്ന ചെറിയ മോഷണങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും അവന് വെറും പരിശീലനം മാത്രമായിരുന്നു. കൊക്കൈൻ വ്യാപാരത്തിന്റെ രൂപത്തിൽ തനിക്ക് മുന്നിൽ തുറന്നുകിട്ടിയത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണെന്ന് അവൻ മനസ്സിലാക്കി. അൽവാരോ പ്രീറ്റോയെപ്പോലുള്ള പരിചയസമ്പന്നരായ കള്ളക്കടത്തുകാരുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് അവൻ ഈ വ്യാപാരത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു. എന്നാൽ മറ്റൊരാളുടെ കീഴിൽ ഒതുങ്ങി നിൽക്കാൻ അവന്റെ അഹംഭാവം അനുവദിച്ചില്ല. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന് അവൻ ഉറപ്പിച്ചു. ഇക്വഡോറിലേക്ക് ഒരു പഴയ റെനോ കാർ ഓടിച്ചുപോയി അവിടെ നിന്ന് കുറച്ച് കിലോ കൊക്കൈൻ പേസ്റ്റ് വാങ്ങി മെഡെലിനിലേക്ക് തിരികെ കൊണ്ടുവന്നത് അവന്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. വഴിയിലെ പോലീസ് ചെക്ക് പോസ്റ്റുകളെയെല്ലാം അതിജീവിച്ച് ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഈ രംഗത്ത് തനിക്ക് ശോഭിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവന് ലഭിച്ചു. 1975 മെഡെലിനിലെ പ്രമുഖ മയക്കുമരുന്ന് വ്യാപാരിയായിരുന്ന ഫാബിയോ റെസ്ട്രപ്പോ കൊല്ലപ്പെട്ടു. ആ കൊലപാതകത്തിനു പിന്നിൽ പാബ്ലോ എസ്കോബാർ ആയിരുന്നുവെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. റെസ്ട്രപ്പോയുടെ മരണത്തോടെ ആ സ്ഥാനത്തേക്ക് പാബ്ലോ അതിവേഗമുയർന്നു. അവൻ റെസ്ട്രപ്പോയുടെ പ്രവർത്തന ശൃംഖലയെ ഏറ്റെടുക്കുകയും അതിനെ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തത്ര
വലിയൊരു മയക്കുമരുന്ന് സാമ്രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനും സമ്പന്നനും ക്രൂരനുമായ മയക്കുമരുന്ന് രാജാവായി പാബ്ലോ എസ്കോബാർ മാറുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു അത്. മെഡേലിനിലെ തെരുവുകളിൽ നിന്ന് ലോകം ഭയക്കുന്ന ഒരു ശക്തിയായി അവൻ വളരാൻ അധികകാലം വേണ്ടിവന്നില്ല. അവന്റെ ആ യാത്രയുടെ തുടക്കം കൊളംബിയയുടെയും ലോകത്തിന്റെയും ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നായിരുന്നു. ഫാബിയോ റെസ്ട്രെപ്പോയുടെ കൊലപാതകത്തോടെ മെഡേലിനിലെ മയക്കുമരുന്ന് ലോകത്ത് ഒരു അധികാരശൂന്യത രൂപപ്പെട്ടു. എന്നാൽ അതൊരു ശൂന്യതയായി അധികനേരം നീണ്ടുനിന്നില്ല. പാബ്ലോ എസ്കോബാർ ആ അവസരം വളരെ വേഗത്തിലും നിർണായകമായും മുതലെടുത്തു. റെസ്ട്രെപ്പോയുടെ ശൃംഖലയെ ഏറ്റെടുക്കുകയായിരുന്നില്ല, മറിച്ച് അതിനെ പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയുമായിരുന്നു അവൻ ചെയ്തത്. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ ചിതറിക്കിടന്നിരുന്ന കള്ളക്കടത്ത് സംഘങ്ങളെ ഒരുമിച്ചു കൂട്ടാനും കൊക്കെയ്ൻ നിർമ്മാണവും വിതരണവും ഒരു വ്യവസായം പോലെ ചിട്ടപ്പെടുത്താനും അവൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് കൊളംബിയൻ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഘടനകളിലൊന്ന് രൂപം കൊള്ളുന്നത്, മെഡെലിൻ കാർട്ടൽ. എസ്കോബാർ ഒറ്റയ്ക്കായിരുന്നില്ല ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. ബുദ്ധിയും ക്രൂരതയും ഒത്തുചേർന്ന ഒരു സംഘം അവന്റെ കൂടെയുണ്ടായിരുന്നു. അതിൽ പ്രധാനികൾ ഓച്ചോവ സഹോദരന്മാരായിരുന്നു: ജോർജ് ലൂയിസ്, ജുവാൻ ഡേവിഡ്, ഫാബിയോ ജൂനിയർ. മെഡേലിനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു അവർ. കന്നുകാലി വളർത്തലിലും റെസ്റ്റോറന്റ് ബിസിനസ്സിലുമൊക്കെയായി നല്ല രീതിയിൽ ജീവിച്ചിരുന്ന അവർ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഭീമമായ ലാഭം കണ്ടാണ് ഈ രംഗത്തേക്ക് തിരിഞ്ഞത്. അവർക്ക് നേരത്തെ തന്നെ അമേരിക്കയിലേക്ക് ചെറിയ തോതിൽ കൊക്കെയ്ൻ കടത്തുന്നതിനുള്ള വഴികളുണ്ടായിരുന്നു. എസ്കോബാറിന്റെ ധൈര്യവും സംഘടനാ മികവും ഓച്ചോവ സഹോദരന്മാരുടെ സാമ്പത്തിക ശക്തിയും സാമൂഹിക ബന്ധങ്ങളും ഒന്നിച്ചപ്പോൾ അതൊരു വൻ ശക്തിയായി മാറി. ഈ കൂട്ടുകെട്ടിലെ മറ്റൊരു നിർണായക കണ്ണിയായിരുന്നു കാർലോസ് ലേഡർ. ജർമ്മൻ കൊളംബിയൻ പൗരനായ ലേഡർ എസ്കോബാറിനെ പോലെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവനായിരുന്നു. ചെറുപ്പത്തിലെ അമേരിക്കയിലേക്ക് കുടിയേറിയ ലേഡർ അവിടെ മരിജുവാന കടത്തിലും കാർ മോഷണത്തിലുമൊക്കെയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ചാണ് കൊക്കെയ്ൻ വ്യാപാരത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നത്. ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങിയ ലേഡർ കൊളംബിയയിലെത്തി എസ്കോബാറുമായി കൈകോർത്തു. ലേഡറുടെ ഭ്രാന്തമായ ആശയങ്ങളാണ് മെഡെലിൻ കാർട്ടലിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കുതിപ്പേകിയത്. കൊക്കെയ്ൻ കടത്തുന്നതിന് ചെറിയ വിമാനങ്ങൾ ഉപയോഗിക്കുക എന്ന ആശയം വിപുലമായ രീതിയിൽ നടപ്പിലാക്കിയത് അവനായിരുന്നു. എസ്കോബാറിന്റെ വലങ്കയ്യും ബുദ്ധികേന്ദ്രവും അവന്റെ കസിനായ ഗുസ്താവോ ഗാവിരിയായിരുന്നു. പാബ്ലോയുടെ ഓരോ നീക്കത്തിനും പിന്നിലെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഗുസ്താവോ ആയിരുന്നു. കണക്കുകളിലെ അവന്റെ കൃത്യതയും കച്ചവടത്തിലെ അവന്റെ സൂക്ഷ്മതയും എസ്കോബാറിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറയായിരുന്നു. ഈ നാലു ശക്തികൾ, എസ്കോബാറിന്റെ ക്രൂരമായ നേതൃത്വം, ഓച്ചോവമാരുടെ പണവും സ്വാധീനവും, ലെയ്ഡറുടെ വിപ്ലവകരമായ കടത്തുരീതികൾ, ഗുസ്താവോയുടെ സാമ്പത്തിക വൈദഗ്ധ്യം ഒന്നിച്ചപ്പോൾ മെഡെലിൻ കാർട്ടൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കെയ്ൻ വിതരണ ശൃംഖലയായി മാറി. അവരുടെ പ്രവർത്തന രീതി വളരെ വ്യക്തവും ചിട്ടയുള്ളതുമായിരുന്നു. പെറുവിലെയും ബൊളീവിയയിലെയും ഉൾക്കാടുകളിൽ വിളയുന്ന കൊക്കയിലകൾ കർഷകരിൽ നിന്ന് വൻതോതിൽ വാങ്ങിക്കൂട്ടും. അവിടെ വെച്ച് പ്രാകൃതമായ രീതിയിൽ അതിനെ കൊക്കെ പേസ്റ്റാക്കി മാറ്റും. പിന്നീട് ഈ പേസ്റ്റ് ചെറിയ വിമാനങ്ങളിലും ബോട്ടുകളിലുമായി
കൊളംബിയയിലെ രഹസ്യ ലാബുകളിലേക്കെത്തിക്കും. ആമസോൺ മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത് ആരുടെയും കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ സ്ഥാപിച്ച കൂട്ടൻ ലാബുകളിൽ വെച്ച് നൂറുകണക്കിന് തൊഴിലാളികളും രസതന്ത്രജ്ഞരും ചേർന്ന് ഈ പേസ്റ്റിനെ ശുദ്ധീകരിച്ച് വെളുത്ത പൊടിയാക്കി മാറ്റും. കൊക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ്. പിന്നീടിത് അതിവിദഗ്ധമായി പാക്ക് ചെയ്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കടത്തും. ഈ കടത്തായിരുന്നു അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ വിജയവും. കാർലോസ് ലെയ്ഡറുടെ തലയിലുദിച്ച ആശയമായിരുന്നു ബഹാമസിലെ നോർമൻസ് കേ എന്ന ദ്വീപ് ഒരിടത്താവളമായി ഉപയോഗിക്കുക എന്നത്. ഫ്ലോറിഡയുടെ തീരത്തുനിന്ന് ഏകദേശം 210 മൈൽ മാത്രം അകലെയുള്ള ഈ സ്വകാര്യ ദ്വീപ് അവർ വിലയ്ക്കു വാങ്ങി. അവിടെ ഒരു റൺവേയും റഡാർ സംവിധാനങ്ങളും ആഡംബര വില്ലകളും നിർമ്മിച്ചു. കൊളംബിയയിൽ നിന്ന് കൊക്കെയിനുമായി വരുന്ന വിമാനങ്ങൾ ഇവിടെ ഇറങ്ങി ഇന്ധനം നിറയ്ക്കുകയും പിന്നീട് ചെറിയ വിമാനങ്ങളിൽ ഫ്ലോറിഡയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പറക്കുകയും ചെയ്യും. അമേരിക്കൻ നിയമപാലകരുടെ കണ്ണുവെട്ടിക്കാൻ ഇത് അവരെ വളരെയധികം സഹായിച്ചു. ഒരു ഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കടത്തുന്ന കൊക്കീനിന്റെ 80% മെദൈലിൻ കാട്ടലിന്റെ ഈ ശൃംഖലയിലൂടെയായിരുന്നു പോയിരുന്നത്. ഓരോ ആഴ്ചയും ടൺ കണക്കിന് കൊക്കൈനാണ് അവർ അമേരിക്കൻ തെരുവുകളിലേക്ക് ഒഴുക്കിയത്. അതിന്റെ ഫലമായി കോടിക്കണക്കിന് ഡോളർ കൊളംബിയയിലേക്ക് ഒഴുകിയെത്തി. ഈ ഭീമമായ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ എസ്കോബാർ ഒരു പുതിയ തത്വശാസ്ത്രം തന്നെ രൂപപ്പെടുത്തി. പ്ലാത്ത ഓ പ്ലോമോ, അതായത് വെള്ളി അല്ലെങ്കിൽ ഈയം. ഒന്നുകിൽ വെള്ളി, പണം, കൈക്കൂലി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈയം, വെടിയുണ്ട നേരിടുക. ഈ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം അവൻ പോലീസുകാർക്കും ജഡ്ജിമാർക്കും രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെല്ലാം നൽകി. പലരും ആദ്യത്തേത് തിരഞ്ഞെടുത്തു. കൈക്കൂലി വാങ്ങി കണ്ണടയ്ക്കാൻ തയ്യാറായ ഒരു വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ കൊളംബിയയിൽ രൂപപ്പെട്ടു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മുതൽ ജഡ്ജിമാർ വരെ, പോലീസ് കോൺസ്റ്റബിൾമാർ മുതൽ സൈനിക ജനറൽമാർ വരെ അവന്റെ ശമ്പള പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ പണം വാങ്ങി സഹകരിക്കാൻ തയ്യാറാവാത്തവരെ കാത്തിരുന്നത് പ്ലോമോ ആയിരുന്നു. ദയയുടെ ഒരംശം പോലും അവശേഷിപ്പിക്കാത്ത കൊലപാതകങ്ങൾ. 1976 നടന്ന ഒരു സംഭവം അവന്റെ ഈ രീതിയുടെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. ഇക്വഡോറിൽ നിന്ന് 39 കിലോ കൊക്കെയിൻ പേസ്റ്റുമായി മടങ്ങിവരികയായിരുന്ന എസ്കോബാറിനെയും അവന്റെ 5 കൂട്ടാളികളെയും മിഡേലിനടുത്തുള്ള ഇട്ടാഗുയി എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് അവന്റെ കരിയറിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ആ സമയത്ത് കൊക്കെയിൻ കടത്ത് അത്ര വലിയ കുറ്റമായിരുന്നില്ലെങ്കിലും ഒരു നീണ്ട ജയിൽവാസം ഉറപ്പായിരുന്നു. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെയും കേസ് വിചാരണയ്ക്കെടുക്കാനിരുന്ന ജഡ്ജിമാരെയും എസ്കോബാർ കൈക്കൂലി നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. അറസ്റ്റിന് ശേഷം എസ്കോബാറും കൂട്ടാളികളും ജയിലിലായി. എന്നാൽ ജയിലിനകത്തുനിന്നും അവൻ കരുക്കൾ നീക്കി. അധികം വൈകാതെ അവനെ അറസ്റ്റു ചെയ്ത 2 പോലീസ് ഉദ്യോഗസ്ഥർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതോടെ കേസിൽ ഭയം നിഴലിക്കാൻ തുടങ്ങി. ഒരു ജഡ്ജിയും ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ഭയന്നുപോയ ഒരു ജഡ്ജി തെളിവുകളുടെ അഭാവത്തിൽ എസ്കോബാറിനെയും കൂട്ടാളികളെയും വെറുതെ വിട്ടു. ആ നിമിഷം കൊളംബിയയുടെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലാണ് താനെന്ന് പാബ്ലോ എസ്കോബാർ ലോകത്തോട് നിശബ്ദമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്ലാത്ത ഓ പ്ലോമോ എന്ന അവന്റെ തന്ത്രം എത്രത്തോളം ഫലപ്രദമാണെന്ന് അവൻ തെളിയിച്ചു. ഇനി അവനെ തടയാൻ നിയമത്തിനു കഴിയില്ലെന്നൊരു ധാരണ അതോടെ ശക്തമായി. ഈ സംഭവങ്ങൾക്കിടയിലും അവന്റെ വ്യക്തിജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. 1976 മാർച്ചിൽ
തന്റെ 26-ാം വയസ്സിൽ അവൻ 15 വയസ്സുകാരിയായ മരിയ വിക്ടോറിയ ഹെനാവോ വെല്ലേഹോയെ വിവാഹം കഴിച്ചു. മരിയയുടെ കുടുംബത്തിന് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഒരു ക്രിമിനലുമായുള്ള വിവാഹത്തിന് അവർ സമ്മതിച്ചില്ല. എന്നാൽ എസ്കോബാർ പിന്മാറിയില്ല. ഒടുവിൽ അവർ ഒളിച്ചോടി വിവാഹിതരായി. ഈ ബന്ധത്തിൽ അവർക്ക് 2 മക്കൾ ജനിച്ചു. ജുവാൻ പാബ്ലോ, പിന്നീട് സെബാസ്റ്റ്യൻ മറോക്യുൻ എന്ന് പേരുമാറ്റി മനുവേല. പുറം ലോകത്തിന് അവൻ എത്ര ക്രൂരനായ കൊലപാതകിയായിരുന്നെങ്കിലും കുടുംബത്തിനുള്ളിൽ അവൻ സ്നേഹനിധിയായ ഒരു ഭർത്താവും പിതാവുമായിരുന്നു. അവന്റെ ഈ ഇരട്ടമുഖം പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 1970കളുടെ അവസാനത്തോടെ പാബ്ലോ എസ്കോബാർ വെറുമൊരു മയക്കുമരുന്ന് കടത്തുകാരൻ എന്ന നിലയിൽ നിന്ന് മെഡേലിനിലെ കിരീടം വയ്ക്കാത്ത രാജാവായി മാറിയിരുന്നു. അവന്റെ സമ്പത്ത് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വളർന്നു. ഫോബ്സ് മാസികയുടെ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ അവൻ ഇടം പിടിച്ചു. ആഴ്ചയിൽ $420 മില്യൺ അവന്റെ വരുമാനമെന്ന് കണക്കാക്കപ്പെടുന്നു. പണം എണ്ണാൻ കഴിയാതെ വന്നപ്പോൾ അത് തൂക്കി നോക്കി തിട്ടപ്പെടുത്തേണ്ട അവസ്ഥ വന്നു. പണം സൂക്ഷിക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ അത് കൊളംബിയയിലെ കൃഷിയിടങ്ങളിലും പഴയ കെട്ടിടങ്ങളിലും ഭൂമിക്കടിയിലും കുഴിച്ചിട്ടു. എലികളും ചിതലുകളും തിന്നു നശിപ്പിക്കുന്ന പണത്തിന്റെ നഷ്ടം മാത്രം വർഷത്തിൽ ബില്യൺ കണക്കിന് ഡോളറായിരുന്നു. എന്നാൽ പണം മാത്രം അവനു മതിയായിരുന്നില്ല. അവനൊരു അംഗീകാരം വേണമായിരുന്നു. കൊളംബിയയിലെ സാധാരണക്കാർക്കിടയിൽ ഒരു രക്ഷകന്റെ പരിവേഷം നേടാൻ അവൻ ആഗ്രഹിച്ചു. മെഡേലിനിലെ പാവപ്പെട്ടവർ താമസിക്കുന്ന ചേരികളിൽ അവൻ പണം വാരിയെറിഞ്ഞു. അവർക്ക് വീടുകൾ വെച്ചുകൊടുത്തു, ഫുട്ബോൾ ഗ്രൗണ്ടുകൾ നിർമ്മിച്ചു, പള്ളികൾ പണിതു. അങ്ങനെ പോലീസിനും സർക്കാരിനും അവൻ അപകടകാരിയായ ക്രിമിനലായിരുന്നപ്പോൾ മെഡേലിനിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അവൻ എൽ പാട്രോൺ അല്ലെങ്കിൽ റോബിൻ ഹുഡായി മാറി. അവരുടെ കണ്ണിൽ ദരിദ്രരെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അവൻ. ഈ ജനപിന്തുണയായിരുന്നു അവന്റെ ഏറ്റവും വലിയ കവചം. പണവും ജനപിന്തുണയും ഉപയോഗിച്ച് അവൻ കൊളംബിയൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനമുറപ്പിച്ചു. എന്നാൽ ഈ വളർച്ച അവനിൽ പുതിയൊരാഗ്രഹം ജനിപ്പിച്ചു. നിയമത്തിന് അതീതനായി ജീവിക്കുന്നതിന് പകരം നിയമം നിർമ്മിക്കുന്നവരിൽ ഒരാളാകാൻ അവൻ മോഹിച്ചു. കൊളംബിയയുടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കാൻ അവൻ തീരുമാനിച്ചു. ആ തീരുമാനം കൊളംബിയയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരധ്യായത്തിനാണ് തുടക്കം കുറിച്ചത്. മെഡേലിനിലെ ചേരികളിൽ താൻ പണിതുകൊടുത്ത വർണ്ണങ്ങൾ പൂശിയ വീടുകൾക്ക് മുന്നിൽ നിന്ന് ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പാബ്ലോ എസ്കോബാറിന്റെ മനസ്സിൽ പുതിയൊരു ലക്ഷ്യം രൂപം കൊണ്ടിരുന്നു. പണം അവൻ അധികാരം നൽകി, എന്നാൽ അവൻ ആഗ്രഹിച്ചത് അംഗീകാരമായിരുന്നു. കൊളംബിയൻ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറാൻ അവൻ കൊതിച്ചു. ക്രിമിനൽ എന്നറിയപ്പെടുന്നതിന് പകരം ബഹുമാനപ്പെട്ട എന്ന വാക്ക് തന്റെ പേരിന് മുന്നിൽ ചേർക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനുള്ള ഒരേയൊരു മാർഗം രാഷ്ട്രീയ അധികാരമായിരുന്നു. കൊളംബിയയുടെ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങുന്നതിലും ഭയപ്പെടുത്തുന്നതിലും അവൻ വിജയിച്ചിരുന്നു. ഇനി ആ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയുടെ ഭാഗമാകാനായിരുന്നു അവന്റെ അടുത്ത നീക്കം. ഈ ലക്ഷ്യം നേടുന്നതിനായി അവൻ തന്റെ റോബിൻ ഹുഡ് പ്രതിച്ഛായ കൂടുതൽ ശക്തമാക്കി. മെഡേലിൻ സിൻ തുഗുരിയോസ് ചേരികളില്ലാത്ത മെഡെയിലിൻ എന്ന പേരിൽ ഒരു ബൃഹത്തായ ഭവന പദ്ധതിക്ക് അവൻ തുടക്കം കുറിച്ചു. മെഡെയിലിനിലെ മാലിന്യങ്ങൾ തള്ളുന്ന മൊറോവിയ എന്ന കൂനയുടെ മുകളിൽ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്. സർക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത ആ ജനവിഭാഗത്തിനു വേണ്ടി അവൻ 100 കണക്കിന് വീടുകൾ നിർമ്മിച്ചു നൽകി. പള്ളികൾ, സ്കൂളുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയും അതോടൊപ്പം ഉയർന്നു.
ഈ പുതിയ താമസ സ്ഥലത്തിന് ജനങ്ങൾ സ്നേഹത്തോടെ ഒരു പേരിട്ടു: ബാറിയോ പാബ്ലോ എസ്കോബാർ. അവിടെ പാബ്ലോ ഒരു ദൈവതുല്യനായിരുന്നു. അവന്റെ ചിത്രങ്ങൾ വീടുകളിൽ തൂങ്ങിക്കിടന്നു. കുട്ടികൾ അവന് രക്ഷകനായി കണ്ടു. ഈ ജനപിന്തുണയായിരുന്നു രാഷ്ട്രീയത്തിലേക്കിറങ്ങുമ്പോൾ അവന്റെ കൈമുതൽ. അവൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചില്ല. പകരം നിലവിലുള്ള സംവിധാനത്തിലേക്ക് നുഴഞ്ഞുകയറാനാണ് തീരുമാനിച്ചത്. കൊളംബിയയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലൊന്നായ ലിബറൽ പാർട്ടിയിൽ അവൻ ചേർന്നു. അതിൻ്റെ പുരോഗമനപരമായ ആശയങ്ങളോടോ ചരിത്രത്തോടോ അവന് യാതൊരു ആഭിമുഖ്യവും ഉണ്ടായിരുന്നില്ല. അതവന് അധികാരത്തിലേക്കുള്ള ഒരു വാഹനം മാത്രമായിരുന്നു. തൻ്റെ പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുമായി അവൻ ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ 1982 കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവനൊരു അവസരമൊത്തുവന്നു. അവൻ നേരിട്ട് സ്ഥാനാർത്ഥിയായില്ല. പകരം ജൈറോ ഓർട്ടേഗ എന്ന ഒരു പ്രാദേശിക ലിബറൽ പാർട്ടി നേതാവിന്റെ ആൾട്ടർനേറ്റ് അഥവാ ഡെപ്യൂട്ടി സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. സുപ്ലന്റെ അല കാമറ. കൊളംബിയൻ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം പ്രധാന സ്ഥാനാർത്ഥിക്ക് സഭയിൽ ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരക്കാരന് ആ സ്ഥാനമേറ്റെടുക്കാം. ഇതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. മുൻനിരയിൽ നിൽക്കാതെ പിന്നണിയിലൂടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രവേശിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. അവന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതുവരെ കൊളംബിയ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. പണം വെള്ളം പോലെ ഒഴുകി. റാലികൾക്ക് ആളെ കൂട്ടാൻ ട്രക്കുകളിൽ പണം കൊണ്ടുവന്ന് വിതരണം ചെയ്തു. ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് വലിയ സമ്മാനങ്ങൾ നൽകി. മെഡേലിനിലെ ദരിദ്രർക്ക് അവൻ ഭക്ഷണവും വസ്ത്രവും പണവും വാരിക്കോരി നൽകി. പരമ്പരാഗത രാഷ്ട്രീയക്കാർ മറന്നുപോയ ഒരു ജനതയുടെ രക്ഷകനായി അവൻ സ്വയം അവതരിച്ചു. അഴിമതിക്കാരായ വരേണ്യവർഗത്തിനെതിരെ പോരാടുന്ന സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് താനെന്ന് അവൻ പ്രസംഗിച്ചു. അവന്റെ ക്രിമിനൽ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും തങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ മെഡേലിനിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവനെ പിന്തുണച്ചു. 1982 മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജൈറോ ഓർട്ടേഗയും പാബ്ലോ എസ്കോബാറും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അങ്ങനെ മെഡേലിനിലെ തെരുവുകളിൽ നിന്ന് കാറുകൾ മോഷ്ടിച്ചു നടന്ന, പോലീസുകാരെയും ജഡ്ജിമാരെയും കൊന്നുതള്ളിയ പാബ്ലോ എമീലിയോ എസ്കോബാർ ഗാവീരിയ കൊളംബിയൻ കോൺഗ്രസിലെ ഒരു ബഹുമാനപ്പെട്ട അംഗമായി. അതവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ആ സ്ഥാനം അവന് നൽകിയത് വെറും അധികാരമായിരുന്നില്ല, അതിലുപരി നിയമപരമായ പരിരക്ഷയായിരുന്നു, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി. അതനുസരിച്ച് ഒരു കോൺഗ്രസ് അംഗത്തെ അറസ്റ്റ് ചെയ്യാനോ വിചാരണ ചെയ്യാനോ പ്രത്യേക നടപടിക്രമങ്ങൾ ആവശ്യമായിരുന്നു. ഏറ്റവും പ്രധാനമായി അമേരിക്കയിലേക്ക് കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള നിയമത്തിൽ നിന്ന് അതവനൊരു താൽക്കാലിക കവചം നൽകി. അമേരിക്കൻ ജയിലറകളെ അവൻ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. കൊളംബിയയിലെ ഒരു ശവക്കുഴി അമേരിക്കയിലെ ഒരു ജയിലിനേക്കാൾ നല്ലതാണ് എന്ന് അവൻ പലപ്പോഴും പറഞ്ഞിരുന്നു. കോൺഗ്രസിലെത്തിയ എസ്കോബാർ തന്റെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ കഠിനമായി ശ്രമിച്ചു. വില കൂടിയ സ്യൂട്ടുകൾ അണിഞ്ഞ് ഗൗരവക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനായി അവൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു. പത്രങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകി കൊളംബിയയുടെ വികസനത്തെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുമൊക്കെ വാചാലനായി. ഒരു ഘട്ടത്തിൽ കൊളംബിയയുടെ പ്രസിഡന്റാകുന്നതുപോലും അവൻ സ്വപ്നം കണ്ടു. എന്നാൽ അവന്റെ ഭൂതകാലം ഒരു നിഴൽ പോലെ അവന് പിന്തുടരുന്നുണ്ടായിരുന്നു.
കൊളംബിയൻ രാഷ്ട്രീയത്തിലെ എല്ലാവരും അവന്റെ പണത്തിൽ മയങ്ങിയിരുന്നില്ല. ലൂയിസ് കാർലോസ് ഗലാനെ പോലുള്ള ചുരുക്കം ചില നേതാക്കൾ മയക്കുമരുന്ന് പണം രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തി. ഗലാൻ നേതൃത്വം നൽകിയിരുന്ന ന്യൂ ലിബറലിസം എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു റോഡ്രിഗോ ലാറാ ബോണിയ എന്ന യുവ അഭിഭാഷകൻ. പ്രസിഡന്റ് ബെലിസാരിയോ ബെറ്റാൻകൂറിന്റെ മന്ത്രിസഭയിൽ നീതിന്യായ വകുപ്പ് മന്ത്രിയായി ലാറാ ബോണിയ നിയമിതനായതോടെ എസ്കോബാറിന്റെ നല്ല കാലം അവസാനിക്കാൻ തുടങ്ങി. ലാറാ ബോണിയ ധീരനും സത്യസന്ധനുമായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. മയക്കുമരുന്നു മാഫിയ കൊളംബിയൻ സമൂഹത്തെ കാർന്നു തിന്നുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എസ്കോബാറിനെ പോലുള്ളവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് രാജ്യത്തിന്റെ ഭാവിക്കു തന്നെ അപകടകരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മന്ത്രിയായി സ്ഥാനമേറ്റയുടൻ ലാറാ ബോണിയ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യങ്ങളിലൊന്ന് പാബ്ലോ എസ്കോബാർ ആയിരുന്നു. എസ്കോബാറിന്റെ സമ്പത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ലാറാ ബോണിയ പരസ്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഒരു വ്യവസായിയും കന്നുകാലി ഫാം ഉടമയും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുമായാണ് എസ്കോബാർ സ്വയം അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്രയും ഭീമമായ സമ്പത്ത് എങ്ങനെയാണ് ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾ സമ്പാദിച്ചതെന്ന് ലാറാ ബോണിയ പൊതുസദസ്സുകളിൽ ചോദിക്കാൻ തുടങ്ങി. പത്രങ്ങളും ടെലിവിഷനും ഈ ചോദ്യങ്ങൾ ഏറ്റെടുത്തു. അതോടെ എസ്കോബാറിന്റെ രാഷ്ട്രീയ ഭാവിക്കു മുകളിൽ കരിനിഴൽ വീണു തുടങ്ങി. തനിക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ എസ്കോബാർ തീരുമാനിച്ചു. അവൻ വെറുതെയിരുന്നില്ല. ലാറാ ബോണിയയെ തന്നെ തിരിച്ചാക്രമിക്കുക എന്നതായിരുന്നു അവന്റെ തന്ത്രം. ലാറാ ബോണിയയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മയക്കുമരുന്ന് മാഫിയയുടെ പണം ലഭിച്ചിട്ടുണ്ടെന്ന് എസ്കോബാർ ആരോപിച്ചു. അതിന് തെളിവായി എഗോൺ ഫാക്കോ ലോൺസ് എന്നറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് കടത്തുകാരൻ നൽകിയ ഒരു ചെക്ക് അവൻ പുറത്തുവിട്ടു. ഈ ആരോപണം കൊളംബിയൻ രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റുയർത്തി. ലാറാ ബോണിയയുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു നിമിഷത്തേക്ക് എസ്കോബാർ വിജയിക്കുകയാണെന്ന് തോന്നി. എന്നാൽ ലാറാ ബോണിയ തളർന്നില്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ഉറച്ചു. അതോടൊപ്പം എസ്കോബാറിന്റെ ഭൂതകാലം കുഴിച്ചെടുക്കാൻ അദ്ദേഹം തന്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചു. പഴയ പോലീസ് രേഖകൾ പൊടിതട്ടിയെടുത്തു. അങ്ങനെയാണ് 1976 ആ പഴയ അറസ്റ്റിന്റെ കഥ പുറത്തുവരുന്നത്. ഇറ്റാഗുയിയിൽ വെച്ച് 39 കിലോ കൊക്കെയ്ൻ പേസ്റ്റുമായി പാബ്ലോ എസ്കോബാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ രേഖകൾ ലാറാ ബോണിയയുടെ കൈകളിലെത്തി. അതൊരു സാധാരണ അറസ്റ്റ് രേഖയായിരുന്നില്ല, അതൊരായുധമായിരുന്നു. എസ്കോബാർ എന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസ് സംഘത്തിന്റെ മുഖം മൂടി വലിച്ചു കീറാനുള്ള ആയുധം. അധികം വൈകാതെ കൊളംബിയൻ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ ദിവസങ്ങളിലൊന്ന് അരങ്ങേറി. നീതിന്യായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റ റോഡ്രിഗോ ലാറാ ബോണിയ പാബ്ലോ എസ്കോബാറിന്റെ മുഖത്തു നോക്കി അവന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. 1976 അറസ്റ്റിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം സഭയിൽ വെളിപ്പെടുത്തി. വെറുമൊരു വെളിപ്പെടുത്തലായിരുന്നില്ല അത്. തെളിവായി അറസ്റ്റിനു ശേഷം പോലീസ് എടുത്ത എസ്കോബാറിന്റെ മഗ്ഷോട്ട് ഫോട്ടോ അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. വിലകൂടിയ സ്യൂട്ടണിഞ്ഞ് ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ ഗൗരവത്തോടെ കോൺഗ്രസിലിരുന്ന പാബ്ലോ എസ്കോബാറിന്റെ കുറ്റവാളിയായി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ആ പഴയ ചിത്രം കൊളംബിയൻ ജനത ഒന്നടങ്കം കണ്ടു. അതൊരു വൻ സ്ഫോടനമായിരുന്നു. രാജ്യത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയിൽ ഒരു കൊക്കെയ്ൻ കടത്തുകാരൻ ഇരിക്കുന്നു എന്ന സത്യം കൊളംബിയൻ സമൂഹത്തെ ഞെട്ടിച്ചു. എസ്കോബാറിന്റെ രാഷ്ട്രീയ ജീവിതം
ആ നിമിഷം അവസാനിച്ചു. ലിബറൽ പാർട്ടി അവനെ പുറത്താക്കി. അവന്റെ കോൺഗ്രസ് അംഗത്വം റദ്ദാക്കപ്പെട്ടു. അവന് നൽകിയിരുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയും അതോടെ നഷ്ടമായി. അമേരിക്ക അവന്റെ വിസ റദ്ദാക്കുകയും മിയാമിയിലുണ്ടായിരുന്ന അവന്റെ ആഡംബര വസതി അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു. താൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ബഹുമാന്യൻ എന്ന പ്രതിച്ഛായ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അവനു കഴിഞ്ഞുള്ളൂ. പൊതുസമൂഹത്തിനു മുന്നിൽ അവൻ നഗ്നനായി അപമാനിക്കപ്പെട്ടു. ഈ അപമാനം പാബ്ലോ എസ്കോബാറിന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം തന്നെ സൃഷ്ടിച്ചു. അതുവരെ അവൻ ആഗ്രഹിച്ചത് അംഗീകാരമായിരുന്നു. എന്നാൽ ഇനി അവൻ ആവശ്യം പ്രതികാരമായിരുന്നു. റോഡ്രിഗോ ലാറാ ബോണിയ എന്ന ഒരൊറ്റ മനുഷ്യൻ അവന്റെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞു. അവനെ പണം കൊടുത്ത് വാങ്ങാനോ ഭീഷണിപ്പെടുത്താനോ കഴിയില്ലെന്ന് എസ്കോബാർ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ തന്റെ അവസാനത്തെ ആയുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു: പ്ലോമോ. ലാരാ ബോണിയയ്ക്ക് നേരെ വധഭീഷണികൾ പ്രവഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവന് അപകടമുണ്ടെന്ന് സർക്കാരിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചു. അദ്ദേഹത്തെ ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് അംബാസഡറായി മാറ്റി സുരക്ഷിതനാക്കാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനമെടുക്കാൻ അവർ വൈകിപ്പോയിരുന്നു. 1984 ഏപ്രിൽ 30 തലസ്ഥാനമായ ബൊഗോട്ടയിലെ തിരക്കേറിയ ഒരു രാത്രി, തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വെളുത്ത മെഴ്സിഡസ് ബെൻസ് കാറിൽ മടങ്ങുകയായിരുന്നു മന്ത്രി റോഡ്രിഗോ ലാരാ ബോണിയ. സുരക്ഷയ്ക്കായി ഒരു അകമ്പടി വാഹനം പിന്നാലെയുണ്ടായിരുന്നു. വടക്കൻ ബൊഗോട്ടയിലെ 127 നമ്പർ തെരുവിലൂടെ കാർ സഞ്ചരിക്കുമ്പോൾ ഒരു ചുവന്ന യമഹ മോട്ടോർ സൈക്കിൾ അതിനെ പിന്തുടർന്നെത്തി. ഒരു നിമിഷം കാറിന് സമാന്തരമായി ഓടിയ ശേഷം മോട്ടോർ സൈക്കിളിന്റെ തിന്നിലിരുന്നയാൾ ഒരു സബ് മഷീൻ ഗൺ പുറത്തെടുക്കുകയും കാറിന്റെ ജനൽ ചില്ലുകളിലൂടെ വെടിയുണ്ടകളുടെ ഒരു പെരുമഴ തന്നെ തീർക്കുകയും ചെയ്തു. 14 വെടിയുണ്ടകളാണ് ലാറാ ബോണിയയുടെ തലയിലും നെഞ്ചിലുമായി തുളച്ചുകയറിയത്. അദ്ദേഹം തൽക്ഷണം മരിച്ചു. ലാറാ ബോണിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ പ്രതികരിച്ചു. അവർ നടത്തിയ വെടിവെപ്പിൽ കൊലയാളികളിലൊരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾ ജീവനോടെ പിടിയിലാവുകയും ചെയ്തു. പിടിയിലായ ബൈറോൺ വെലാസ്ക്വസ് എന്ന 20കാരനായ കൊലയാളി പാബ്ലോ എസ്കോബാർ ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിനോട് വെളിപ്പെടുത്തി. റോഡ്രിഗോ ലാറാ ബോണിയുടെ കൊലപാതകം കൊളംബിയ എന്ന രാജ്യത്തെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടത്തിലേക്ക് തള്ളിവിട്ടു. ഒരു മന്ത്രിയെ നടുറോട്ടിലിട്ട് വെടിവെച്ചു കൊല്ലാൻ ധൈര്യം കാണിച്ചതിലൂടെ പാബ്ലോ എസ്കോബാർ കൊളംബിയൻ ഭരണകൂടത്തിനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. രാജ്യം ഞെട്ടിവിറച്ചു. അതുവരെ മയക്കുമരുന്ന് മാഫിയയുടെ കാര്യത്തിൽ മൃദു സമീപനം സ്വീകരിച്ചിരുന്ന പ്രസിഡന്റ് ബെലിസാരിയോ ബെറ്റാൻകൂർ പോലും മാറി ചിന്തിക്കാൻ നിർബന്ധിതനായി. ലാറാ ബോണിയുടെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് ബെറ്റാൻകൂർ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഞങ്ങൾ കീഴടങ്ങില്ല, അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആ പ്രഖ്യാപനത്തിനു പിന്നാലെ എസ്കോബാറും മറ്റു മയക്കുമരുന്ന് രാജാക്കന്മാരും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആ നിയമം അദ്ദേഹം പൊടിതട്ടിയെടുത്തു. അമേരിക്കയുമായുള്ള കുറ്റവാളി കൈമാറ്റ കരാർ അഥവാ എക്സ്ട്രഡിഷൻ ട്രീറ്റി. ലാറാ ബോണിയുടെ കൊലപാതകമാണ് ഈ കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കൈമാറ്റ കരാർ അനുസരിച്ച് അമേരിക്കയിൽ കുറ്റം ചെയ്ത കൊളംബിയൻ പൗരന്മാരെ അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ വിചാരണ ചെയ്യാനായി കൈമാറാൻ സാധിക്കുമായിരുന്നു. ഇതൊരു നേർക്കുനേർ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. ഒരു വശത്ത് പാബ്ലോ എസ്കോബാറിന്റെ നേതൃത്വത്തിൽ മെഡലിൻ കാർട്ടലും മറുവശത്ത് കൊളംബിയൻ ഭരണകൂടവും. എസ്കോബാറിന് രാഷ്ട്രീയം നഷ്ടപ്പെട്ടു, അംഗീകാരം നഷ്ടപ്പെട്ടു. ഇനി അവനൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. പ്രതികാരദാഹം അവന്റെ കണ്ണുകളെ അന്ധമാക്കി. ലാറാ ബോണിയുടെ കൊലപാതകത്തോടെ
അവൻ വെറുമൊരു ക്രിമിനൽ എന്ന നിലയിൽ നിന്ന് ഒരു നാർക്കോ ടെററിസ്റ്റായി രൂപാന്തരപ്പെട്ടു. കൊളംബിയയുടെ തെരുവുകളിൽ ചോലപ്പുഴയൊഴുക്കാനും രാജ്യത്തെ മുട്ടുകുത്തിക്കാനും അവൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ആദ്യത്തെ ഇരയായിരുന്നു റോഡ്രിഗോ ലാറ ബോണിയ. എന്നാൽ അത് അവസാനത്തേതായിരുന്നില്ല. അതൊരു നീണ്ടതും രക്തരൂക്ഷിതവുമായ യുദ്ധത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. റോഡ്രിഗോ ലാറ ബോണിയയുടെ കൊലപാതകം കൊളംബിയൻ സർക്കാരിന്റെ നിസ്സംഗതയുടെ മേൽ വീണ ഒരു ഇടിത്തീയായിരുന്നു. അതുവരെ മയക്കുമരുന്ന് മാഫിയയെ ഒരു ക്രിമിനൽ ശല്യമായി മാത്രം കണ്ടിരുന്ന ഭരണകൂടം തങ്ങൾ നേരിടുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമാന്തര ശക്തിയെയാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രസിഡന്റ് ബെലിസാരിയോ ബെറ്റാങ്കൂറിന്റെ യുദ്ധപ്രഖ്യാപനം വെറുമൊരു വാചകമടിയായിരുന്നില്ല. അതിന്റെ ആദ്യത്തെ പ്രായോഗിക നടപടിയായിരുന്നു അമേരിക്കയുമായുള്ള കുറ്റവാളി കൈമാറ്റ കരാർ പുനഃസ്ഥാപിച്ചത്. അതോടെ പാബ്ലോ എസ്കോബാരും മെഡേലിൻ കാർട്ടലിലെ മറ്റു നേതാക്കളും തങ്ങളുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് കണ്ടു. അമേരിക്കൻ നിയമവ്യവസ്ഥയെ അവർ അത്രയധികം ഭയപ്പെടാൻ കാരണങ്ങളുണ്ടായിരുന്നു. കൊളംബിയയിൽ പണവും ഭീഷണിയും ഉപയോഗിച്ച് ഏത് നിയമ സംവിധാനത്തെയും അവർക്ക് വളയ്ക്കാൻ കഴിയുമായിരുന്നു. ജഡ്ജിമാരെയും പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും വിലക്കെടുക്കാനും വഴങ്ങാത്തവരെ ഇല്ലാതാക്കാനും അവർക്കെളുപ്പമായിരുന്നു. ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പോലും അവിടെയിരുന്ന് ഒരു സാമ്രാജ്യം നിയന്ത്രിക്കാൻ മാത്രം സൗകര്യങ്ങളും സ്വാധീനവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയിൽ അതൊന്നും നടക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവിടെ അവർക്ക് സ്വാധീനമില്ല. അവരുടെ പണത്തിന് പരിമിതികളുണ്ട്. അമേരിക്കൻ ജയിലിലെ ഒരു സാധാരണ തടവുകാരനായി പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിതാവസാനം വരെ കഴിയേണ്ടിവരുമെന്ന ചിന്ത അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഈ ഭയത്തിൽ നിന്നാണ് ലോസ് എക്സ്ട്രാഡിറ്റബിൾസ് എന്ന സംഘം രൂപം കൊള്ളുന്നത്. കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മയക്കുമരുന്ന് രാജാക്കന്മാരുടെ ഒരു സഖ്യമായിരുന്നു അത്. പാബ്ലോ എസ്കോബാർ, ഓച്ചോവ സഹോദരന്മാർ, കാർലോസ് ലെയ്ഡർ, ഗോൺസാലോ റോഡ്രിഗസ് ഗാച്ച, എൽ മെക്സിക്കാനോ എന്നറിയപ്പെട്ട ഭീകരൻ തുടങ്ങിയവരെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. അവർ തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെ രൂപപ്പെടുത്തി. പ്രിഫെറീമോസ് ഉന തുമ്പ എൻ കൊളംബിയ ഔന കാർസൽ എൻ ലോസ് എസ്താദോസ് ഉനിദോസ്. അതായത്, അമേരിക്കയിലെ ഒരു ജയിലിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊളംബിയയിലെ ഒരു ശവക്കുഴിയാണ്. ഈ മുദ്രാവാക്യം വെറുമൊരു വാക്കൂട്ടമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. കൈമാറ്റത്തെ ചെറുക്കാൻ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള കൊളംബിയൻ ഭരണകൂടത്തിനുള്ള ഒരു ഭീഷണി. ലാറ ബോണിയയുടെ കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ സർക്കാർ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്നുവേട്ട ആരംഭിച്ചു. കാർട്ടലിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കൊളംബിയൻ കാടുകളിൽ ഒളിപ്പിച്ചുവച്ചിരുന്ന കൊക്കെയിൻ ലാബുകൾ ഒന്നൊന്നായി തകർക്കപ്പെട്ടു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രാങ്ക്വിലാൻഡിയ എന്ന ഭീമാകാരമായ ലാബ് സമുച്ചയം കണ്ടുപിടിച്ചതായിരുന്നു. 14 കൂറ്റൻ ലാബുകൾ, സ്വന്തമായി വിമാനമിറങ്ങാനുള്ള റൺവേ, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ, സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജനറേറ്ററുകൾ, ആയുധപ്പുരകൾ എന്നിങ്ങനെ ഒരു ചെറിയ പട്ടണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ടൺ കണക്കിന് കൊക്കെയിനും അത് നിർമ്മിക്കാനാവശ്യമായ രാസവസ്തുക്കളുമാണ് പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തത്. ഇത് മെഡെലിൻ കാർട്ടലിനേറ്റ കനത്ത സാമ്പത്തിക പ്രഹരമായിരുന്നു. അതേസമയം അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. പാബ്ലോ എസ്കോബാർ അടക്കമുള്ള കാർട്ടൽ നേതാക്കൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. തങ്ങളുടെ സ്വന്തം രാജ്യത്ത് തങ്ങൾ പണം കൊണ്ടും ഭയം കൊണ്ടും ഭരിച്ചിരുന്ന തെരുവുകളിൽ അവർക്ക് ഒളിച്ചു നടക്കേണ്ട അവസ്ഥ വന്നു. ഈ സാഹചര്യത്തിലാണ് എസ്കോബാർ, ഓച്ചോവ സഹോദരന്മാർ, റോഡ്രിഗസ് ഗാച്ച എന്നിവരുൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ രാജ്യം വിടാൻ തീരുമാനിക്കുന്നത്. അവർ അഭയം തേടിയത് അയൽ രാജ്യമായ പനാമയിലായിരുന്നു. അവിടുത്തെ ഏകാധിപതിയായ
മാനുവൽ നൊറിയേഗയുമായി അവർക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന നൊറിയേഗ ദശലക്ഷക്കണക്കിന് ഡോളർ കൈക്കൂലി വാങ്ങി അവർക്ക് പനാമയിൽ സുരക്ഷിതമായ ഒളിത്താവളമൊരുക്കി. പനാമയിലെ ആഡംബര വസതികളിലിരുന്നവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. യുദ്ധം ഒരു ശാശ്വത പരിഹാരമല്ലെന്ന് അവർ മനസ്സിലാക്കി. കൊളംബിയൻ സർക്കാരുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ അവർ ആഗ്രഹിച്ചു. ഇതിനായി കൊളംബിയയുടെ മുൻ പ്രസിഡന്റായിരുന്ന അൽഫോൺസോ ലോപ്പസ് മിഷേൽസനെ അവർ ഇടനിലക്കാരനായി സമീപിച്ചു. 1984 മെയ് മാസത്തിൽ പനാമ സിറ്റിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് അതീവ രഹസ്യമായി ഒരു കൂടിക്കാഴ്ച നടന്നു. ഒരു വശത്ത് പാബ്ലോ എസ്കോബാറും ജോർജ് ലൂയിസ് ഓച്ചോവയും, മറുവശത്ത് കൊളംബിയയുടെ അറ്റോർണി ജനറലുമായി ചർച്ച നടത്താൻ ലോപ്പസ് മിഷേൽസൻ. ആ കൂടിക്കാഴ്ചയിൽ എസ്കോബാറും കൂട്ടരും മുന്നോട്ട് വെച്ച നിർദ്ദേശം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അവർ സർക്കാരിനു മുന്നിൽ ഒരു ഡീൽ വെച്ചു. അവർ തങ്ങളുടെ എല്ലാ മയക്കുമരുന്ന് ബിസിനസ്സും പൂർണ്ണമായി അവസാനിപ്പിക്കും. 2. വിദേശ ബാങ്കുകളിൽ അവർ നിക്ഷേപിച്ചിട്ടുള്ള ബില്യൺ കണക്കിന് ഡോളർ കൊളംബിയയിലേക്ക് തിരികെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിക്ഷേപിക്കും. 3. രാജ്യത്തെ ഗറില്ല ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ സർക്കാരിനെ സഹായിക്കും. 4. ഏറ്റവും പ്രധാനമായി കൊളംബിയയുടെ അന്നത്തെ മൊത്തം വിദേശ കടം ഏകദേശം 13 ബില്യൺ ഡോളർ അവർ അടച്ചു തീർക്കും. ഇതിനെല്ലാം പകരമായി അവർ ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ: കുറ്റവാളി കൈമാറ്റ കരാർ റദ്ദാക്കുക, തങ്ങൾക്കെതിരെയുള്ള കേസുകൾ അവസാനിപ്പിച്ച് കൊളംബിയയിൽ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുക. അതൊരു അവിശ്വസനീയമായ വാഗ്ദാനമായിരുന്നു. ഒരു കൂട്ടം ക്രിമിനലുകൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കടവും ഏറ്റെടുക്കാമെന്ന് പറയുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന കൊളംബിയൻ സർക്കാരിന് അതൊരു പ്രലോഭനീയമായ വാഗ്ദാനം കൂടിയായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ബെറ്റാൻകൂർ ആ നിർദ്ദേശം നിരാകരിച്ചു. ഒരു കൂട്ടം കൊലയാളികളുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും താനില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അധികം വൈകാതെ ഈ രഹസ്യ ചർച്ചയുടെ വിവരങ്ങൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ഇത് കൊളംബിയയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി. മയക്കുമരുന്ന് രാജാക്കന്മാരുമായി രഹസ്യ ചർച്ച നടത്തിയതിന് സർക്കാർ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. സമാധാനത്തിനുള്ള തങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതോടെ എസ്കോബാറും കൂട്ടരും തങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. ചർച്ചകൾ അവസാനിച്ചു. ഇനി യുദ്ധം മാത്രം. അവർ പനാമയിൽ നിന്ന് കൊളംബിയയിലേക്ക് മടങ്ങി. എന്നാൽ ഇത്തവണ അവരുടെ ലക്ഷ്യം ബിസിനസ് ആയിരുന്നില്ല, പ്രതികാരമായിരുന്നു. ലോസ് എക്സ്ട്രാഡിക്റ്റബിൾസ് തങ്ങളുടെ ഭീകരവാഴ്ച ആരംഭിച്ചു. അവരുടെ ആദ്യത്തെ ലക്ഷ്യം കൈമാറ്റ കരാറിനെ പിന്തുണയ്ക്കുന്നവരായിരുന്നു, പ്രത്യേകിച്ചും ജുഡീഷ്യറിയിലെ അംഗങ്ങൾ. കൈമാറ്റത്തെ അനുകൂലിക്കുന്ന ഒരു ജഡ്ജി പോലും കൊളംബിയയിൽ ജീവനോടെയുണ്ടാകില്ല, അവർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം അക്ഷരം പ്രതി നടപ്പിലാക്കപ്പെട്ടു. കൈമാറ്റ കേസുകൾ പരിഗണിക്കാൻ ധൈര്യം കാണിച്ച ജഡ്ജിമാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. അവരുടെ വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായി. അവരുടെ കുടുംബാംഗങ്ങൾ ഭീഷണിക്ക് വിധേയരായി. 1985 മാത്രം ഡസൻ കണക്കിന് ജഡ്ജിമാരും കോടതി ജീവനക്കാരുമാണ് കൊല്ലപ്പെട്ടത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് പോലും ജീവഭയത്താൽ രാജിവെച്ചൊഴിയേണ്ടി വന്നു. കൊളംബിയയുടെ നീതിന്യായ വ്യവസ്ഥ പൂർണ്ണമായും സ്തംഭിച്ചു. ഒരു ജഡ്ജിയും എസ്കോബാറിനെതിരെയുള്ള ഒരു കേസ് പോലും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഭയം നിയമത്തെ കീഴടക്കി. എന്നാൽ എസ്കോബാറിന്റെ ലക്ഷ്യം ജഡ്ജിമാരിൽ ഒതുങ്ങി നിന്നില്ല. കൈമാറ്റ കരാർ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ അതിന്റെ നിയമപരമായ അടിസ്ഥാനം തന്നെ തകർക്കണമെന്ന് അവൻ അറിയാമായിരുന്നു. ആ കരാറിന്റെ സാധുത തീരുമാനിക്കാനുള്ള അധികാരം കൊളംബിയൻ സുപ്രീം കോടതിക്കായിരുന്നു. ആ കോടതിയെ തന്നെ ഇല്ലാതാക്കിയാലോ? അത്തരമൊരു ഭ്രാന്തമായ ചിന്ത അവന്റെ മനസ്സിൽ രൂപപ്പെട്ടു. അതേസമയം
രാജ്യത്തെ ഇടതുപക്ഷ ഗറില്ല ഗ്രൂപ്പായ M19 ഏപ്രിൽ 19 മൂവ്മെന്റ് സർക്കാരിനെതിരെ ഒരു വലിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടായിരുന്നു. തങ്ങളുടെ നേതാക്കളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുക, സർക്കാരുമായുള്ള സമാധാന ചർച്ചകളിലെ പരാജയത്തിന് പ്രതികാരം ചെയ്യുക എന്നതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ട് ശത്രുക്കളുടെ പൊതുശത്രു അവരുടെ മിത്രമായി മാറി. പാബ്ലോ എസ്കോബാറും M19 ഗറില്ലകളും തമ്മിൽ ഒരു അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടു. എസ്കോബാർ അവർക്ക് പണവും ആയുധങ്ങളും നൽകി. പകരമായി അവർ അവനുവേണ്ടി ഒരു ജോലി ചെയ്യാമെന്നേറ്റു. ആ ജോലി കൊളംബിയയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്ത അധ്യായങ്ങളിലൊന്നായി മാറാനിരിക്കുകയായിരുന്നു. തലസ്ഥാനമായ ബൊഗോട്ടയുടെ ഹൃദയഭാഗത്തുള്ള രാജ്യത്തിന്റെ നിയമവാഴ്ചയുടെ പ്രതീകമായ പാലസ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ കൊട്ടാരം ആക്രമിക്കുക. ആ ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറുമൊരു ഭീകരാക്രമണമായിരുന്നില്ല. അതിനുള്ളിൽ സുപ്രീം കോടതിയുടെ ആർക്കൈവ്സിൽ കൈമാറ്റത്തെ സാധൂകരിക്കുന്ന എല്ലാ രേഖകളും, എസ്കോബാർ അടക്കമുള്ള കാർട്ടൽ നേതാക്കൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും സൂക്ഷിച്ചിരുന്നു. ആ രേഖകൾ കത്തിച്ചു ചാമ്പലാക്കുക എന്നതായിരുന്നു എസ്കോബാറിന്റെ പ്രധാന ലക്ഷ്യം. 1985 നവംബറിലെ ഒരു പ്രഭാതത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനായി M19 ഗറില്ലകൾ നീതിയുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുമ്പോൾ പാബ്ലോ എസ്കോബാർ കൊളംബിയൻ ഭരണകൂടവുമായുള്ള തന്റെ യുദ്ധം ഒരു പുതിയ, കൂടുതൽ ഭയാനകമായ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു.